രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ രാമകഥ കേട്ടത് ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ അനുജനായിട്ടുള്ള ലക്ഷ്മണന് ക്രിയാമാർഗം ഉപദേശിക്കുന്നതാണ്. എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇന്നത്തെ ഭാഗത്തിൽ പറയുന്നത്, അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആ പറഞ്ഞ ഭാഗത്തിൽ നിന്നും ഓരോ ദിവസവും ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം ചോദിച്ചിരുന്നത്, ശ്രീരാമൻ സീതാദേവിക്ക് പിടിച്ചു കൊടുക്കാനായി ഏത് മൃഗത്തിൻ്റെ പുറകെയാണ് പോയത് എന്നുള്ളതായിരുന്നു. അതിന് ഉത്തരം മാൻ എന്നാണ്. അത് ശരി ഉത്തരം അയച്ചിട്ടുള്ള അനി സാജനാണ്. ആ ഭക്തന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ഒരു കാര്യം ചെയ്ത അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ ശരിയുത്തരം അയച്ചിരിക്കുന്നത് ശാന്തമ്മ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരമ്മയാണ്. ആ അമ്മയ്ക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ദിവസം ചോദിച്ചിരുന്ന ബാലിയെ ഭഗവാൻ വധിച്ച അസ്ത്രം ഏതാണെന്ന് ചോദിച്ചതിലും ഈ അമ്മ തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എഴുതിയിരിക്കുന്നത്. മഹേന്ദ്ര അസ്ത്രം കൊണ്ടാണ് ബാലിയെ വധിച്ചതെന്ന്. അപ്പോൾ ആ അമ്മയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതായത് ഭഗവാന്റെ ഒരു കാര്യം പറയുമ്പോൾ അത് സ്വമനസാലെ എടുത്ത് ചെയ്യണം എന്ന് തോന്നുകയും മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുകയും ചെയ്ത എല്ലാവർക്കും, അതുപോലെ ധാരാളം ഭക്തന്മാരും അതുപോലെ തന്നെ അമ്മമാരും ഒക്കെ ഭഗവാന്റെ നാമങ്ങൾ അവർ കമൻറ്റിൽ ബോക്സിൽ എഴുതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ശ്രീരാമജയം അല്ലെങ്കിൽ ജയ് ശ്രീറാം അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ എന്നൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നിമിഷം ഇത് വായിക്കുന്ന ആൾക്കാരുടെ ഹൃദയം ഭഗവാനിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ തീർച്ചയായും ഈ വായിക്കുന്ന ആളിന് കിട്ടുന്ന ഒരു പുണ്യത്തിൻ്റെ ഒരു പകുതി ഇത് എഴുതിയ ആളിനും ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ആ വ്യക്തി കാരണമാണ് മറ്റൊരു വ്യക്തി, ഒരു വ്യക്തിയല്ല, അങ്ങനെ ആയിരക്കണക്കിന് വ്യക്തികളാണ് ഈ കമൻറ്റ് വായിക്കുന്നത്. അത്രയും പ്രാവശ്യം ഭഗവാന്റെ നാമം മുഴങ്ങുകയാണ്. വളരെ വലിയൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഭഗവാന്റെ കഥ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ആ ഒന്നുകൂടെ അനുസ്മരിക്കാനും പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ ആ ഭഗവാന് എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്ന് ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്ന രംഗം കഴിഞ്ഞ് ഭഗവാൻ ഭഗവാനോട് ദുഃഖിക്കുന്നത് പോലെ, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദുഃഖിക്കുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെ ദുഃഖിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹനുമൽ സുഗ്രീവ സംവാദം നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഹനുമാൻ സ്വാമി സുഗ്രീവനോട് പറയുകയാണ്, ഞാൻ സുഗ്രീവ നിനക്ക് ഹിതങ്ങളായിട്ടുള്ള നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. പണ്ട് നിൻ്റെ കാര്യം, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ രഘുകുല വംശത്തിൽ പിറന്ന ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭു നീ പോലും ഇത്ര എളുപ്പമാണെന്ന് വിചാരിച്ചില്ല. ആ ഭഗവാൻ അതെല്ലാം സാധിച്ചു തന്നു.
പക്ഷേ തിരികെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ ഭഗവാൻ അങ്ങോട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നിന്റെ ഒരു ഭാവവും മട്ടവും കാണുമ്പോൾ നീ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് കാണുന്നത് സുഗ്രീവ. മഹാബലവാനായിട്ടുള്ള ലോകസമ്മതനായിട്ടുള്ള ലോകങ്ങളിലെയും ഉള്ളവർക്ക് പോലും പേടിയായിട്ടുള്ള ബാലിയെ, മാത്രമല്ല ഇന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബാലിയെ നീയുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ട് ഭഗവാൻ വധിച്ച് നിന്നെ വിധിപ്രകാരം കിഷ്കിന്ധയുടെ രാജാവുമാക്കി. എന്നിട്ട് ഇപ്പൊ നീ അതൊന്നും കണ്ടതായിട്ടൊന്നും ഒരു ഭാവവുമില്ല. നീ ഇങ്ങനെ ഈ രാവും പകലും ഇല്ലാതെ മാനിനീസക്തനായിട്ട് പാനവും ചെയ്ത് മതിമറന്നന്വഹം. അങ്ങനെ നീ ഇങ്ങനെ സുന്ദരിമാരുടെ കൂടെ മദ്യപിച്ച് ഇങ്ങനെ മതിമറന്ന് നടക്കുകയാണ്. രാവേതാ പകലേതാന്ന് നിനക്കറിയുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിന്നെ സുഗ്രീവ, ഞാനൊരു കാര്യം പറയാം. ബാലിയെ ഭഗവാൻ എങ്ങനെയാണോ വധിച്ചത് അതുപോലെ തന്നെ നിന്നെയും ഭഗവാൻ വധിക്കും. അപ്പം ഇത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ സുഗ്രീവനൊരു വീണ്ടും വിചാരമുണ്ടായത്. ഇടയ്ക്കൊരു അലസത സുഗ്രീവനെ ബാധിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം കാട്ടില് ഋഷ്യമൂകാചലത്തിൻ്റെ ആ കുന്നിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. ഭാര്യ വിയോഗ ദുഃഖമൊക്കെ അനുഭവിച്ച് തൻ്റെ രാജ്യവും കൊട്ടാരവും സുഖഭോഗങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇതെല്ലാം ഭഗവാൻ തിരിച്ചു കൊടുത്തപ്പോൾ ആ സുഗ്രീവൻ തന്നെ മതിമറന്ന് ഭഗവാനെ മറന്ന് ഭഗവാൻ അങ്ങോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് കുറച്ച് മതിമറന്ന് ആഘോഷിച്ചു. അപ്പോൾ ഹനുമാൻ അത് ഓർമ്മിപ്പിക്കുകയാണ്, നീ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നാണ് പറയുന്നത്. അപ്പം നിനക്ക് ഇങ്ങനെ ഒരു ഉപകാരം സുഗ്രീവ നിനക്ക് ഇങ്ങനെ ഭഗവാൻ ചെയ്തു തന്നിട്ട് നീ അതൊന്നും മറക്കുകയാണെങ്കിൽ നീ ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. മാത്രമല്ല നീ അങ്ങനെ ചെയ്ത ആ ബാലിയെ വധിച്ച അതുപോലെ നിന്നെയും രാമൻ വധിക്കും എന്ന് പറയുകയാണ് മന്ത്രിയായിട്ടുള്ള ആ പവനാത്മജൻ മാരുതി. ഇത് യഥാർത്ഥത്തിൽ ഇത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ കഥകൾ ഒക്കെ വന്നിട്ടുള്ളത്. ഈ കഥാസന്ദർഭം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഈ സമയത്ത് നമ്മളും പല കാര്യങ്ങളും ഭഗവാനോട് പറയും, അല്ലേ, ഞാൻ ഇനി കൃത്യമായിട്ട് എല്ലാ ദിവസവും അമ്പലത്തിൽ വന്നുകൊള്ളാം, നാമം ജപിക്കാം, നിർമാല്യം തൊഴുതുകൊള്ളാം, കൃത്യമായിട്ട് ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ വന്ന് പ്രദക്ഷിണം ചെയ്യാം, ഉപവാസങ്ങളെടുക്കാം, വ്രതങ്ങളെടുക്കാം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറയും. നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളിതെല്ലാം നമ്മൾ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ മറന്നുപോകും. നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പെരുമാറുന്നത്. പിന്നീട് ഭഗവാൻ ഇപ്പോഴൊന്നും പിടിക്കുകയില്ല. ഒരു 10, 12, 15 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കുമായിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ ഒരു തടസ്സം വരുന്നത്. അതെത്ര വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോകുമ്പോഴാണ് പറയുന്നത്, ഇന്ന പോലെ എന്തെങ്കിലും വഴിപാടോ അല്ല ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് ഓർക്കും, അയ്യോ ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ. അതായത് നേടേണ്ട കാര്യം നേടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാർത്ഥചിന്ത വന്നാൽ പിന്നെ ഭഗവാനെ മറന്നു, നമ്മളെ മറന്നു, മതിമറന്ന് ആഘോഷിക്കാൻ തുടങ്ങി, അല്ലേ, ഭഗവാൻ ചെയ്തു കൊടുത്ത നന്മകളെല്ലാം മറന്നു. അങ്ങനെയാണ് പല മനുഷ്യരും ചെയ്യുന്നത്. സമ്പത്തില് മതോന്മത്തനായിട്ട്, സൗന്ദര്യത്തിൽ മതോന്മത്തകളായിട്ട്, മതോന്മത്തന്മാരായിട്ട് ലോകം മറന്നു, വീടിനെ മറന്നു, അവനവനെ തന്നെ മറന്നു. അങ്ങനെ പോകുന്ന ഒരു കാലം. അപ്പൊ ഭഗവാനൊന്നും വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സം വരുമ്പോഴേ ഇതൊക്കെ ഓർക്കുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് ഇതൊരു പ്രാരബ്ധമായിട്ട് വീണ്ടും 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 ജന്മത്തിന് കാരണമായി വരും. അതുകൊണ്ടാണ് ഭഗവാൻ അതാത് ജന്മത്തിലുള്ളൊക്കെ കുറേയൊക്കെ പിടിച്ചൊക്കെ മേടിക്കുന്നത്.
അപ്പൊ ഇവിടെ സുഗ്രീവൻ മറന്നപ്പോ ഇവിടെ ഉത്തമനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ഹനുമാൻ സ്വാമി സുഗ്രീവനെ ഓർമ്മിപ്പിക്കുകയാണ്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യേണ്ടതാണ്, നീ മര്യാദ അല്ല കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ അദ്ദേഹത്തിന് സുഗ്രീവന് കുറച്ചൊരു പേടിയുണ്ടായത്. അപ്പൊ പറയുകയാണ്, സത്യമാണ് ഹനുമാനെ നീ പറഞ്ഞത്. ഇതുപോലെയുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ ഈ രാജാവിന് ഒരിക്കലും ഒരാപത്തും അകപ്പെടുകയില്ല. ശരിക്കും നീയാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഹനുമാനെ. നിന്നെ പോലൊരു മന്ത്രി ഉണ്ടെങ്കിൽ ആ രാജാവിന് പരമസുഖമാണ്. ആ രാജാവ് ഒന്നും അറിയണ്ട, കാരണം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നീ ഓർമ്മിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി ഹനുമാൻ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കണം. എന്നാൽ ശരി, 10 ദിക്കിലേക്കും വാനരന്മാരെ അയക്കാനായിട്ട് നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ സപ്തദ്വീപുകളിലുള്ള സപ്തമന്മാരെ മുഴുവനും വരുത്താനായിട്ട് പറയുകയാണ് സുഗ്രീവൻ. അങ്ങനെ സപ്തദ്വീപ, ഈ ഭൂമിയിലുള്ള സകല വാനരന്മാരോടും വരാൻ പറഞ്ഞു. അങ്ങനെ 10,000 കവിവീരന്മാരെ നേരെ അയക്കുകയാണ് സീതാ അന്വേഷണത്തിനായിട്ട് സുഗ്രീവൻ. എന്നിട്ട് പറയുകയാണ്, കൃത്യം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സീതയുടെ കുറിച്ചുള്ള കറക്റ്റായിട്ട് ശരിയായിട്ടുള്ള വിവരം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ വരണം എന്ന് പറയുകയാണ്. ഓരോരോ ഗ്രൂപ്പുകളിലായിട്ട് 10 ദിക്കിലേക്ക് അയക്കുകയാണ്. ഇനി അത് കൃത്യമായിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ 30 ദിവസത്തിനുള്ളിൽ സീത എവിടെയാണ് എന്നുള്ള വിവരം എനിക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഞാൻ വധിച്ചിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ അവര് ആ വാനരന്മാര് 8 ദിക്കാണുള്ളെങ്കിലും ഇവര് 10 ദിക്കുകളിലേക്കും അയച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് സീതാന്വേഷണത്തിനായിട്ട് വാനരന്മാരെല്ലാവരും പോയ സമയത്ത് ഇവിടെ ശ്രീരാമൻ വിരഹദുഃഖം അനുഭവിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണനോട് പറയുകയാണ്, കുമാര നീ കാണ്, സീത ജീവിച്ചിരിപ്പുണ്ടോ അതോ ഇനി മരിച്ചോ? എനിക്ക് വേറൊന്നും അറിയണ്ട, സീത ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു വാർത്തയെങ്കിലും കേട്ടാൽ മതി. അങ്ങനെ ഒരു പുരുഷൻ എന്നോട് വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അവൻ വളരെ ഇഷ്ടനായിട്ട് തീരും, എനിക്ക് അവനോട് ഭയങ്കര താല്പര്യമുണ്ടാകും. അപ്പോൾ ഭഗവാന് ഇടയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അത് പറയാണ്, ജാനകി ദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവാൻ. അവനെ ഞാൻ കൊന്നുകളയും. എങ്ങനെ? അവനെ മാത്രമല്ല, വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും അതിനില്ല നിർണയം. അവൻ്റെ വംശവും കൂടി ഞാൻ തീർത്ത് കളയുന്നുണ്ട്. നോക്കൂ, അതിനകത്ത് ആ ഭഗവാനെ അഭയം പ്രാപിച്ച ഭഗവാന്റെ ഭക്തനാണുള്ള വിഭീഷണൻ ഒഴികെ ബാക്കി എല്ലാവരെയും ഭഗവാൻ വധിക്കുന്നുണ്ട്. സമസ്ത രാക്ഷസന്മാരെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ വളരെയധികം സീതയെ കാണാതെ കണ്ട് ആ ഒരു വിരഹദുഃഖം അനുഭവിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ലക്ഷ്മണനോട് പറയുകയാണ്, ഈ സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാം എന്നെയും മറന്നല്ലോ. ലക്ഷ്മണ, ആ സുഗ്രീവൻ ഒരു ദയയുമില്ലല്ലോ. അവൻ പറഞ്ഞ കാര്യത്തിലൊന്നും നമ്മളോടൊരു വാക്ക് പാലിച്ചില്ലല്ലോ. ഇത്രയും ദുഃഖിച്ചിരിക്കുന്ന എൻ്റെ ദുഃഖം അവൻ കണ്ടതാണ്. എന്നിട്ടും ആ സുഗ്രീവൻ ഇതെല്ലാം മറന്നല്ലോ. അവനൊന്നും ചെയ്യാതെ കണ്ട് അവന് സ്വന്തമായിട്ട് ഇപ്പം രാജ്യം കിട്ടി. അതുകൊണ്ട് തന്നെ അവൻ ആ സുന്ദരിമാരുള്ള സ്ത്രീകളോടുകൂടി അവൻ ജീവിതം ഇപ്പം ചെലവഴിക്കുകയാണ്. മദ്യപാന ആസക്തചിത്തനായിട്ട്, കാമുകനായിട്ട്, സ്ത്രീജിതനായിട്ട്. അവന് ഒരു നന്ദിയുമില്ലാത്തവനാണല്ലോ ലക്ഷ്മണ എന്ന് പറയുകയാണ്.
അവൻ ശരൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ. ഞാൻ അവന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ മറക്കുകയാണെങ്കിൽ അവനും ബാലിയുടെ ഗതി തന്നെ ഉണ്ടാവും. ഇനി അങ്ങനെ അവൻ ചെയ്താൽ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. എന്നിട്ട് നീ അവനോടൊന്ന് ചെന്ന് പറഞ്ഞേക്ക്, അഗ്രജമാർഗം ഗമിക്കണമെന്നിനി സുഗ്രീവനും അതിനില്ല ഒരു സംശയം. പറയാണ് അവനോട് നീ ചെന്ന് പറ, നിന്റെ ജ്യേഷ്ഠന്റെ മാർഗം ആ വഴി നിനക്കും പോകണമെന്നുണ്ടോ അതൊന്ന് ചോദിച്ചിട്ട് വരുമെന്ന് പറയുകയാണ്. അപ്പോൾ സൗമിത്രയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും രാമൻ വിഷമിക്കണ കണ്ടു കഴിഞ്ഞാൽ സുമിത്രാപുത്രനായിട്ടുള്ള ആ ലക്ഷ്മണന്, സൗമിത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ആകെ ചഞ്ചലമാവും. അദ്ദേഹത്തിന് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അദ്ദേഹം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറയാം, ഞാനിപ്പോൾ ആ സുഗ്രീവനെ പോയി കൊല്ലാൻ പോവാന്ന് പറയാണ്. ഭഗവാൻ എന്നോടൊന്ന് ആജ്ഞാപിച്ചാൽ മതി ഭഗവാനെ, ഞാനിപ്പോൾ പോയി സുഗ്രീവൻ്റെ കഥ കഴിച്ചിട്ട് വരാം എന്ന് പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വില്ലും ആ ആവനാഴിയും അസ്ത്രങ്ങളും കൂടാതെ വാളുകളും ഒക്കെ എടുത്തിട്ട് ഭഗവാനോട് യാത്രയും ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇപ്പോൾ ലക്ഷ്മണൻ ഇത്രയും ചാടി പുറപ്പെടുമെന്ന് ഭഗവാനും വിചാരിച്ചില്ല. അപ്പോൾ പറയുകയാണ്, ലക്ഷ്മണ, നീ സുഗ്രീവനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, അവനൊന്നും ചെയ്യരുത്. ഹന്തവ്യനല്ല സുഗ്രീവൻ, മമ സഖി, അവൻ എൻ്റെ സഖിയാണ്, അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവനെ ഒന്ന് ഭയപ്പെടുത്തൂ, നീ വേറൊന്നും ചെയ്യരുത്, അവനൊന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയുക, ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാം അറിയുക നീ. യുദ്ധം അവനോട് ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആകൂതമൂർത്തു കർത്തവ്യം അനന്തരം. അപ്പം നീ ഒന്ന് ചെന്ന് പറഞ്ഞാൽ മതി, ബാലിയെപ്പോലെ നിനക്കും കാലപുരത്തേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നീ ഒന്നും പറയണ്ട, നീ തിരിച്ചിങ്ങോട്ട് പോന്നാൽ മതി. നീ അവനെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതോടെ കേട്ടിട്ട് ഇങ്ങോട്ട് പോരൂ എന്ന് പറയുകയാണ്. അപ്പം ഭഗവാൻ അറിയാം ഇത് അവിടെ ലക്ഷ്മണൻ പറയുമ്പോൾ തന്നെ സുഗ്രീവൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളൂ എന്നറിയാം. അങ്ങനെ ലക്ഷ്മണൻ ഭഗവാന്റെ ആജ്ഞ കേട്ട് പുറപ്പെടുകയാണ്. സുഗ്രീവൻ്റെ രാജ്യത്തെത്തി. ഭഗവാനെ ആ ലക്ഷ്മണസ്വാമി അങ്ങ് കണ്ടതോടെ മർക്കടന്മാരൊക്കെ വാനരന്മാരൊക്കെ നോക്കിയപ്പോൾ ആ ലക്ഷ്മണനെ കണ്ടപ്പോൾ തന്നെ ഈ കിഷ്കിന്ധ മുഴുവൻ കത്തി നശിച്ചില്ലാണ്ടാകുമോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ക്രുദ്ധമായിട്ടുള്ള ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ കപിവീരന്മാരൊക്കെ ഓടി ഒളിക്കാൻ തുടങ്ങി. അത് വിജ്ഞാനമൂർത്തിയായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ഈ ഭഗവാൻ ഒരു മനുഷ്യനെ പോലെ എന്താണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അത് വേറൊന്നുമല്ല, ദുഃഖ സുഖാദികൾ കൈക്കൊണ്ട് വർദ്ധിച്ചു ദുഷ്കൃത ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ. അതായത് ദുഃഖവും സുഖമൊക്കെ കൈക്കൊണ്ട്, അതായത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദുഷ്കൃതന്മാരായിട്ടുള്ള ഈ രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാണ്ടാക്കുമെന്നതിന് വേണ്ടിയിട്ട് ആ പങ്കജസംഭവനാദികൾ ഉണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും, ആരാണ് ആ ബ്രഹ്മാവ് ആദ്യമായിട്ടുള്ള ദേവന്മാരുടെ സങ്കടങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ കണ്ടു അല്ലേ. വനത്തിലൊക്കെ ധാരാളം മഹർഷിമാരിരുന്ന് തപസ് ചെയ്യുന്ന മഹർഷിമാരെയൊക്കെ പിടിച്ച് ഭക്ഷിക്കലാണ് ഈ രാക്ഷസന്മാരുടെ പ്രധാന വിനോദം. അപ്പോൾ ഭഗവാൻ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഇവരെ മുഴുവൻ നഷ്ടമാക്കിയിട്ടേ ഈ കാട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ്റെ വേഷം ധരിച്ചിട്ട് ആ പരമാനന്ദമൂർത്തി ജഗന്മയനായിട്ടുള്ള ആ ഈശ്വരൻ ആ മായയെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ആ മഹാവിഷ്ണു തന്നെ സർവജഗന്മോഹിനിയായിട്ടുള്ള സർവജഗത്തും മോഹിക്കുന്ന ആ ഭഗവാൻ ഇവിടെ മനുഷ്യനായിട്ട് ഇവിടെ ലീലകളാടുകയാണ്. അങ്ങനെ
ആ ലക്ഷ്മണസ്വാമി വളരെ കോപത്തോടും ദേഷ്യത്തോടും കൂടി അങ്ങോട്ട് ചെന്നു. അങ്ങനെ ആ കിഷ്കിന്ധയിലെത്തിയതും ലക്ഷ്മണൻ ആ ചാപത്തിൽ നിന്നും ഒന്ന് ആ ഒരു ചെറു ഞാണൊലി ആ ഞാണിലൊന്ന് പിടിച്ച് ഒന്ന് വിട്ടുപുറകിട്ട്. ആ ഞാണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വാനരന്മാര് മൂത്രമലങ്ങളൊക്കെ വിസർജിച്ചു. അവർ ഓടുകയാണ്. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണോ? അപ്പോൾ ഈ സൗമിത്രിയുടെ വരവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ മർക്കടക്കൂട്ടത്തെ ഒക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദ്യുതനായി സൗമിത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ലക്ഷ്മണന്റെ വരവ് കാണുമ്പോൾ ഈ ഞാണൊലിയുടെ ശബ്ദത്തോടെ കേട്ടപ്പോൾ ഇത് കണ്ട വാനരന്മാർക്ക് മുഴുവൻ തോന്നി തങ്ങളുടെ കുലം മുഴുവനും ഈ ലക്ഷ്മണൻ ഇപ്പം ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ആ അസ്ത്രവും വില്ലും പിടിച്ചിട്ട് വരുന്നത്. അവരെല്ലാവരും ഓടി ഒളിക്കുകയാണ്. അപ്പോൾ ആ ഭഗവാൻ ലക്ഷ്മണസ്വാമി അവിടെ വന്നെന്നറിഞ്ഞ അങ്കദൻ അവിടെ ഓടി വന്നു. എന്നിട്ട് ആ കുരങ്ങന്മാരെയൊക്കെ മാറ്റി ഭഗവാൻ എൻ്റെ അടുത്തേക്ക് ആ ലക്ഷ്മണൻ ഓടി ചെന്നിട്ട് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മൺ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോദം സുമിത്ര ആത്മജൻ ചൊല്ലിനാൻ. ഭഗവാൻ പറയുകയാണ്, എന്താണ് സുഗ്രീവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ ചെയ്യുന്നത് ശരിയാണോ? ഉഗ്രനാം അഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സുഗ്രീവനെ വധിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടോ സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിലതേ പോരും എന്നരുൾ ചെയ്തതോ ചെന്നു പറകെന്നു ചൊന്നത് കേട്ടോരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞിരിക്കുന്നത് സുഗ്രീവനെ ഇപ്പം തന്നെ വധിക്കാനാണ്. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടോ? അവന് ജ്യേഷ്ഠൻ്റെ, അതായത് ആ ബാലിയുടെ മാർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് സാധിച്ചു തരാം എന്ന് രാമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ട ബാലിയുടെ പുത്രനായിട്ടുള്ള അങ്കദൻ പേടിച്ച് സുഗ്രീവനെ പോയി വന്ദിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു. ആ ലക്ഷ്മണൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നു പുറത്തു ഭാഗത്ത്, എന്നോട് ഇതുപോലെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സുഗ്രീവന് വീണ്ടും ഭയചകിതനായിട്ട് ഭഗവാൻ മാരുതിയോട് പറയുകയാണ്, ചിന്തിച്ചു ചൊല്ലിനാൻ അങ്കദനോട് കൂടെ അന്തികെ ചെന്ന് വന്ദിക്ക സൗമിത്രിയേ. ഹനുമാൻ അങ്ങുകൂടി ഒന്ന് ചെല്ലൂ, അങ്കദൻ്റെ കൂടെ ഒന്ന് ചെല്ലൂ. എന്നിട്ട് ആ സുമിത്ര തനയനെ, ആ സൗമിത്രയെ ഒന്ന് ശാന്തനാക്കൂ. എന്നിട്ട് ശാന്തനായിട്ട് ലക്ഷ്മണനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന് പറയുകയാണ്. എന്നിട്ട് മാരുതിയെ പറഞ്ഞേവമയച്ചത് താരയോടർക്കാത്മജൻ പറഞ്ഞ്, എന്നിട്ട് താരയോടും പറഞ്ഞു, താര നീ അവിടെ ചെന്നിട്ട് ആ ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്നിട്ട് ആ മധുരമുള്ള വാക്യങ്ങൾ കൊണ്ട് ലക്ഷ്മണൻ്റെ കോപത്തെയൊക്കെ ശമിപ്പിച്ച് കാലുഷ്യഭാവമെല്ലാം അകറ്റി നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യമേ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാൻ. അങ്ങനെ ആദ്യമേ ആ താരയുടെ പുത്രനും മാരുതിയും കൂടെ ചെന്ന് ലക്ഷ്മണനെ വണങ്ങി കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു. ഇത് ചോദിക്കണേ, എന്തിനാണ് ഭഗവാനെ അവിടുന്ന് പുറത്ത് നിൽക്കുന്നത്? രാജ്യത്തിൻ്റെ അകത്തേക്ക്, കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് കടിച്ചാൽ പൊട്ടാത്ത ഒരു രീതിയിലാണ് ലക്ഷ്മണൻ നിൽക്കുന്നത്, കണ്ണൊക്കെ ചുമന്ന്. പക്ഷേ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ മുമ്പിലും അതുപോലെ തന്നെ ആ അങ്കദന് മുമ്പിലും ഭഗവാൻ അത്ര കണ്ടതങ്ങ് പ്രകടിപ്പിക്കുന്നില്ല. കാരണം അങ്കദനോടൊരു പ്രത്യേക വാത്സല്യമുണ്ട്, രാമനുമുണ്ട് ലക്ഷ്മണനുമുണ്ട്.
അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയോടും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ചെങ്കുത്തായ മലകളുടെ മുകളിലേക്കൊക്കെ രാമനെയും ലക്ഷ്മണനെയും ഒരു ചുമലിൽ തന്നെ എടുത്തുകൊണ്ട് എത്രയോ ദൂരം നടന്നതാണ് ഈ ഹനുമാൻ. അപ്പം അതുകൊണ്ട് ഹനുമാനോടും അതുപോലെ തന്നെ അംഗദനോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യം രാമലക്ഷ്മണന്മാർക്കുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ആ താരയും അവിടെ ചെന്നിട്ട് ലക്ഷ്മണനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ്. പറയുകയാണ്, ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. താര വന്നു. ആ സമയത്ത് ആ താര വന്ന് ആ താരയെ കണ്ടപ്പോൾ തന്നെ ആ ലക്ഷ്മണൻ താണു വണങ്ങി വിനീതനായിട്ട് സംസാരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ആ ത്രേതായുഗത്തിലാണെങ്കിൽ കൂടി ആ ഒരു സ്ത്രീകളോട് ഒരു ഈശ്വര അവതാരം കാണിക്കുന്ന മര്യാദ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ സ്ത്രീ സമത്വവും സുരക്ഷയും ബഹുമാനവുമൊക്കെ ആ കാലം തൊട്ട് തന്നെ ഭാരതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ അപ്പോഴാണ് ഈ താര പറയുന്നത്, ഭക്തനാണ് അവിടുത്തെ, ഉത്തമൻ ഭക്തനാണ്. മാത്രമല്ല അവിടുത്തെ ഭൃത്യനായിട്ടുള്ള ഒരു കവീന്ദ്രനോട് ഇങ്ങനെ കോപമുണ്ടായിക്കഴിഞ്ഞാൽ ഈ അവരെന്ത് ചെയ്യും? അവർക്കൊരു ആശ്രയം എന്ന് പറയുന്നത് ഭഗവാനെ അവിടെ നിന്നാണ്. മാത്രമല്ല ഈ ചാബല്യം ഉണ്ട് ഈ ജാതികൾക്ക്. ഭഗവാൻ ഒരു കാര്യം ഓർക്കണം, മർക്കടവീരനാണെങ്കിൽ ഈ സുഗ്രീവനാണെങ്കിൽ വളരെ കാലമായിട്ട് ദുഃഖം അനുഭവിക്കുകയാണ്, വളരെ ആർത്തനായിട്ട് ദുഃഖം അനുഭവിക്കുകയാണ്. ഇപ്പോഴാണ് ആ ഭഗവാന്മാർ വന്ന് രക്ഷിച്ച് അദ്ദേഹത്തിന് ശകലം സൗഖ്യം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കുറച്ചൊരു അലസത ഇവിടെ സുഗ്രീവന് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും ലക്ഷ്മണനും അത്രയും അങ്ങോട്ട് ചിന്തിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ കാലങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് ആ മലയുടെ മുകളിൽ താമസിക്കുകയാണ്, ബാലിയെ പേടിച്ച്. എപ്പോഴാണ് മരിക്കണമെന്നുള്ള പേടിച്ചിട്ടാണ് താമസിക്കുക. അപ്പോഴാണ് ഇതെല്ലാം പെട്ടെന്ന് കിട്ടുമ്പോൾ അദ്ദേഹം മതിമറന്നുപോയി. സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഇവിടെ സുഗ്രീവനും സംഭവിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ അലസതയൊക്കെ മാറി. അപ്പോൾ എന്നിട്ട് വീണ്ടും പറയുകയാണ്, വാണാനത് വിപരീതമാക്കിയിടായിക വേണം ദയാനിധേ ഭക്തപരായണ, നാനാദിഗന്ധരം തോറും മരുവുന്ന വാനനന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു. കാണിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. 10 ദിക്കിലേക്കും വാനരന്മാരെ വിട്ടിട്ടുണ്ട്. ദാ നോക്കൂ, ഇപ്പോൾ തന്നെ ധാരാളം വാനരന്മാർ ഇവിടെ വന്ന് നിറയുന്നുണ്ട്. ഈ ദക്തഞ്ചരൻ്റെ കുലം മൊത്തം, ആ രാക്ഷസന്റെ കുലം മൊത്തം ഒടുക്കുവാനായിട്ട് ശക്തന്മാരാണ് ഈ കപിസത്തമന്മാരെല്ലാവരും എന്ന് പറയുകയാണ്. അങ്ങനെ ആ ലക്ഷ്മണന് ആ താരയുടെ വചനം കേട്ട് സന്തോഷമായി. കാരണം സുഗ്രീവനോട് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഹനുമാൻ സ്വാമി കൃത്യമായി വേണ്ട സമയത്ത് ഓർമ്മിപ്പിച്ചപ്പോൾ ലക്ഷ്മണൻ എത്തുന്നതിന് തൊട്ടു മുമ്പാണെങ്കിൽ ശരി, സുഗ്രീവൻ കർമ്മോത്സുകനായി എല്ലാ ദ്വീപിൽ നിന്നുള്ള വാനരന്മാരെ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാനരന്മാരെ ഇവിടെ നിയോഗിച്ച് സീതാന്വേഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു കഴിഞ്ഞിരുന്നു. അത് വലിയൊരു നേട്ടവും ഭാഗ്യവുമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ സുഗ്രീവൻ വളരെ പേടിച്ച് വിറച്ച് തന്നെ ആ ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് വന്നു. അപ്പോൾ എങ്കിലും ആ ഉള്ള കോപം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മണൻ സ്വാമി സുഗ്രീവനോട് പറയാണ്, മിത്രാത്മജനോട് ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ.
മിത്രാത്മജനോട് ആ സുഗ്രീവനോട് ചോദിക്കണ, എന്താണ് നീ രഘുത്തമനെ മറന്നത് എന്തുകൊണ്ടാണ്? വൃത്രാര്യപുത്രനെ കൊന്ന ശരം, ആ ശരം ആര്യപുത്രൻ കരസ്ഥിതം എന്നും അറിയ നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥൻ അരുൾ ചെയ്തു. ഇത്തരം ആ സൗമിത്രി ചൊന്നത് കേട്ടതിന് ഉത്തരം മാരുതപുത്രനും ചൊല്ല. പറഞ്ഞത് മാരുതപുത്രനാണ്, അതായത് ഹനുമാൻ സ്വാമിയാണ് അതിന് മറുപടി പറഞ്ഞത്. സുഗ്രീവനോട് ചോദിക്കുകയാണ്, ആ വൃത്രാര്യപുത്രനെ, അതായത് ആ ബാലിയെ കൊന്ന ശരം ഭഗവാന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് നീ അറിഞ്ഞു? അത് ഭഗവാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവനാഴിയിലുണ്ട് അസ്ത്രം. നിനക്കും ചേട്ടന്റെ വഴി തന്നെ പോകാനാണ് ആഗ്രഹമെങ്കിൽ സുഗ്രീവ, അതിന് വലിയ താമസം ഉണ്ടാകുകയല്ല. രാമൻ ആരാന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങനെ കണ്ണു ചൊക്കെ ചോപ്പിച്ച് തന്നെയാണ് പറയണത് ലക്ഷ്മണൻ. അപ്പൊ അതിന് പവനാത്മജനായിട്ടുള്ള ആ മാരുതപുത്രനായിട്ടുള്ള ഹനുമാൻ സ്വാമിയാണ് മറുപടി പറയുന്നത്. ഹനുമാൻ സ്വാമി വളരെ നയഗോപിതനായിട്ട് ചോദിക്കണേ, യുദ്ധം അരുൾ ചെയ്വതിനെന്തു കാരണം? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. ഇവിടെ ഹനുമാൻ സ്വാമി പറയേണ്ട സമയത്ത് ഹനുമാൻ സ്വാമി ആരോടാണെങ്കിലും പറയും. ലക്ഷ്മണനോടാണെങ്കിലും ഹനുമാൻ സ്വാമി പറഞ്ഞു, എന്തിനാണ് അവിടുന്ന് ഇത്രയും ദേഷ്യപ്പെടുന്നത്, ക്രുദ്ധനാകുന്നത്, ക്രോധിക്കുന്നത് എന്തിനാണ്? ഒരു കാര്യം ഭഗവാൻ ഒന്ന് മനസ്സിലാക്കണം, ആ ശ്രീരാമചന്ദ്രന് അങ്ങേക്കാളും ഭക്തി കൂടുതൽ ഇവിടെ സുഗ്രീവനുണ്ട്. ഈ സുഗ്രീവൻ ഒരിക്കലും സത്യത്തെ ലംഘിക്കയില്ല. രാമകാര്യർദ്ധമുണർന്നിരിക്കുന്നു താമസമെന്നിയേ വാനരപുങ്കവൻ. രാമകാര്യത്തിന് വേണ്ടി തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധാലുവാണ് എന്ന് പറയുകയാണ്. വിസ്മൃതനായിരുന്നിടുകയല്ലേതും വിസ്മയമാമാറു കണ്ടീലയോ ഭവാൻ. ഇത് അങ്ങ് വിചാരിക്കുന്ന പോലെ സുഗ്രീവൻ ഇതൊന്നും വിസ്മൃതനായിട്ടൊന്നും മറന്നിട്ടൊന്നുമില്ല. അങ്ങയുടെ ഈ ദേഷ്യവും ഭാവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ അത്ഭുതമാണ് തോന്നുന്നത്. അങ്ങ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഇവിടെ സുഗ്രീവൻ വിചാരിക്കുന്നത്. എല്ലാ ദിക്കിലേക്കും നാനാ ദിഗന്ധരത്തെങ്കിൽ നിന്ന് ആഗതന്മാരായിട്ടുള്ള വാനരവീരന്മാരെ, ഈ ഭൂമിയിലുള്ള സർവ്വ വാനരവീരന്മാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് മുഴുവൻ ആ രാമന്റെ കാര്യം സാധിച്ചു വരാനായിട്ട് ഈ വാനര നായകൻ എല്ലാവരെയും 30 ദിവസത്തിനുള്ളിൽ സീതാമാതാവ് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് വരാനായിട്ട് എല്ലാ ദിക്കിലേക്കും അയച്ചിരിക്കുകയാണ്. അപ്പോ സുഗ്രീവനർഘ്യവാദ്യാദ്യേന പൂജ ചെയ്ത അഗ്രഭാഗേ വീണ്ടും വണങ്ങിനാൻ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും മാരുതി ചൊന്നത് കേട്ട് സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ലക്ഷ്മണസ്വാമിക്കൊരു ചെറിയൊരു ലജ്ജയൊക്കെ തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും അങ്ങോട്ട് പറയണ്ടായിരുന്നു എന്ന് തോന്നി. എന്നുവെച്ചാൽ നിന്നെ വധിക്കുമെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. വന്ന് ബാലിയെ കൊന്ന ശരം ഭഗവാൻ കളഞ്ഞിട്ടൊന്നുമില്ല, അത് കയ്യിൽ തന്നെ ഉണ്ട് എന്നൊക്കെ അങ്ങോട്ട് ഒരു ഭീഷണി തന്നെയാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ലക്ഷ്മണന്റെ കോപം എന്ന് പറഞ്ഞാൽ അതിയായിട്ടുള്ള കോപം. പ്രത്യേകിച്ച് രാമൻ ദുഃഖിക്കുന്ന കണ്ടാൽ പിന്നെ ലക്ഷ്മണനെ പിടിച്ചാൽ കിട്ടില്ല. അത് ഭഗവാനുള്ള ഭക്തി കൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഇവിടെ സുഗ്രീവൻ ഇതൊക്കെ ചെയ്തു. വാനരന്മാരെയൊക്കെ എല്ലായിടത്തേക്കും അയച്ചു. ഈ ഭൂമിയിലുള്ള സർവ്വദ്വീപിലുള്ള വാനരന്മാരെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാനരന്മാരിപ്പോൾ സീതാന്വേഷണം ചെയ്തുകൊണ്ട് 10 ദിക്കിലേക്കും പോയിരിക്കുകയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ലജ്ജ വന്നു. അപ്പോൾ സുഗ്രീവൻ അർഘ്യവും പാദ്യവും ഒക്കെ കൊടുത്ത് ഭഗവാനെ പൂജിച്ചു, വീണു നമസ്കരിച്ചു. എന്നിട്ട് പറയാണ്, ശ്രീരാമദാസോഹമാഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ഭഗവാനെ, ലക്ഷ്മണ,
ശ്രീരാമന്റെ ദാസനാണ് ഭഗവാനെ ഞാൻ. ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ആ ശ്രീരാമന്റെ എക്കാലത്തെയും ദാസനാണ് ഞാൻ. ഇത് പറയാണ്, ഈ 3 ലോകത്തെയും അരനിമിഷം കൊണ്ട് ഭഗവാന് ജയിക്കാൻ സാധിക്കും, എനിക്കറിയാം. ഇതിപ്പോ ഞങ്ങളെ ഭഗവാൻ ഇതിന് കൂട്ടി വിളിച്ചിരിക്കുന്നത് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഭഗവാൻ. ഇങ്ങനെ ഒരു ഭാഗ്യം ആർക്ക് കിട്ടും? എൻ്റെ ഭഗവാൻ ആ പരമപുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഒരു നിമിഷം വിചാരിച്ചാൽ ഈ 3 ലോകങ്ങളും ജയിക്കാൻ അദ്ദേഹത്തിന് ഒരു നിമിഷം മതി, എനിക്കറിയാം. പക്ഷെ ലക്ഷ്മണ, അദ്ദേഹം ഞങ്ങളോട് സഹായം തേടിയത് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം, ഭാഗ്യം അദ്ദേഹം ഞങ്ങൾക്ക് തന്നതാണ് ഭഗവാനെ. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. 30 ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ച് എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ഞങ്ങൾ വാനരന്മാർ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആർക്കാത്മജൻ്റെ ആ ഒരു സുഗ്രീവൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ആ സൗമിത്രിക്ക് മനസ്സിൽ വളരെ വീണ്ടും ഒരു മനപ്രയാസമായിപ്പോയി. ഉൾക്കാൻ കഴിഞ്ഞവനോട് ചൊല്ലിയിടാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. ഞാൻ സുഗ്രീവ, എൻ്റെ മനസ്സിൽ വളരെ ദുഃഖമുണ്ടായി. എൻ്റെ ജ്യേഷ്ഠൻ കരയുന്ന കണ്ടപ്പോൾ എനിക്കതുകൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുറച്ച് പരുഷങ്ങളൊക്കെ പറഞ്ഞത്. എനിക്കറിയാം നീ ഭഗവത് ഭക്തൻ തന്നെയാണ്, നീ വളരെ അടുത്ത ഭക്തനാണ് ഭഗവാന്റെ. പിന്നെ സുഗ്രീവ, നിന്നോട് എനിക്ക് അധികം സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അധികം നിന്നോട് സ്നേഹമുള്ളത് കൊണ്ട് എനിക്ക് നിന്നോട് എന്ത് പറയാം. അങ്ങനെ ഒരു സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് നീ ഇതൊന്നും മനസ്സിൽ വയ്ക്കരുത് സുഗ്രീവ എന്ന് പറയണം. ഭഗവാന്റെ ആ ഒരു എളിമ എന്ന് നോക്കിയ ലക്ഷ്മണസ്വാമി സാക്ഷാത് ജഗദീശ്വരൻ അനന്തനാണ്. ഭഗവാൻ 24 മണിക്കൂറും ഈ അനന്തൻ്റെ മുകളിലാണ്, ശയ്യയിലാണ് കിടക്കുന്ന ആ ഭഗവാനാണ് ഇവിടെ ഒരു വാനരൻ്റെ അടുക്ക മാപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കുക കേട്ടോ, എനിക്ക് സങ്കടം കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. മാത്രമല്ല എനിക്ക് നിന്നോട് വലിയ കാര്യമുണ്ട്. നിന്നോട് എനിക്ക് അധികം, നിങ്ങൾ പ്രണയം അധികമുണ്ടാകിയാൽ സങ്കടം കൊണ്ട് പറഞ്ഞത് ഞാനിടൂ. എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ് സുഗ്രീവ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടത്. ഇതൊന്നും മനസ്സിൽ വെക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ നമുക്ക് ഭഗവാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, കാട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തേക്ക് ലക്ഷ്മണനും സുഗ്രീവനും കൂടെ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ ആ ഭഗവാനെ കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം സ്തുതിക്കുകയാണ്. ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാ. അത് മുദാ കണ്ടു ദൂരാൽ കവിവരൻ ദൂരാൽ. അങ്ങനെ ആ ഭഗവാനെ കണ്ട് വന്ദിച്ചു, നമസ്കരിച്ചു. അപ്പോൾ ഭഗവാനാണെങ്കിൽ ആ സുഗ്രീവനെ കണ്ട് ഗാഠം തൻ്റെ മാറോട് ചേർത്ത് പുണർന്ന് ചോദിക്കണം, സൗഖ്യമല്ലേ ഭവാൻ, നിനക്ക് സുഖമല്ലേ സുഗ്രീവ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് സുഖമാണ് ഭഗവാനെ, അവിടുത്തെ കാരുണ്യം കൊണ്ട്
എനിക്ക് സുഖമായി ഞാനിരിക്കുന്നു എന്ന് സുഗ്രീവൻ പറയുകയാണ്. ഇതുവരെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവം ശ്രീരാമ പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.